നമസ്കാരം. ന്യൂസ് ഇൻഡിപെൻഡന്റ് സ്പീഡ് ന്യൂസ് 20ലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജനനി. ഇപ്പോഴത്തെ പ്രധാന വാർത്തകൾ. ഐറിഷ് പ്രസിഡന്റ് ആശുപത്രിയില്. ഐറിഷ് പ്രസിഡന്റ് മൈക്കൽ ഡി ഹിഗിൻസിനെ ആരോഗ്യനില മോശമായതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പാസഞ്ചർ ബോർഡിംഗ് പാസ് ഡാറ്റ ചോർന്നു. ഡബ്ലിൻ, കോർക്ക് എയർപോർട്ടുകളിൽ നിന്നും പാസഞ്ചർ ബോർഡിംഗ് പാസ് ഡാറ്റ ചോർന്ന സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചു. വിഭാഗീയ അധിക്ഷേപമുണ്ടായതായി ഹീദർ ഹംഫ്രീസ്. പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ വേളയിൽ തന്റെ കുടുംബം ഭയാനകമായ വിഭാഗീയ അധിക്ഷേപത്തിന് വിധേയമായതായി ഫൈൻ ഗെയിൽ പ്രസിഡന്റ് സ്ഥാനാർത്ഥി ഹീദർ ഹംഫ്രീസ്. നിയുക്ത പ്രസിഡന്റ് കാതറിൻ കനോലിയെ അഭിനന്ദിച്ച് ഉപപ്രധാനമന്ത്രിയും ഫൈൻ ഗെയിൽ നേതാവുമായ സൈമൺ ഹാരിസ്. ഐറിഷ് ലൈഫ് ഡബ്ലിൻ മാരത്തോണിൽ അമേരിക്കൻ ഓട്ടക്കാരനായ ഡാനിയൽ മെസ്ഫിന് വിജയം. 2 മണിക്കൂർ 8 മിനിറ്റ് 51 സെക്കൻഡ് സമയം കൊണ്ടാണ് ഡാനിയൽ ഓടിക്കയറിയത്. അയർലൻഡിൽ പലചരക്ക് സാധനങ്ങളുടെ വിലക്കയറ്റം 2 വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന നിലയിലെത്തിയെന്ന് കണക്കുകൾ. രാജ്യത്തെ മൊത്തം പണപ്പെരുപ്പ് നിരക്കിന്റെ ഇരട്ടിയിലധികമാണിതെന്ന് വേൾഡ് പാനൽ കണക്കുകൾ വ്യക്തമാക്കുന്നു. അനധികൃത മാലിന്യ നിക്ഷേപം, ജലമലിനീകരണം, ശബ്ദം, ദുർഗന്ധം എന്നിവ കാരണം പൊതുജനങ്ങൾ കഴിഞ്ഞ വർഷം നൽകിയത് 76,500 പരാതികൾ. ആക്രമണത്തെ വിമർശിച്ച് ടി.ഡി. റയാൻ ഒമേറ. ഓഫീസ് ആക്രമണത്തെ വിമർശിച്ച് ടി.ഡി. റയാൻ ഒമേറ ചുവരെഴുത്ത് തന്നെയും തന്റെ ടീമിനെയും ഭീഷണിപ്പെടുത്താനും തടസ്സപ്പെടുത്താനുമുള്ള ശ്രമമാണെന്ന് റയാൻ ഒമേറ പറഞ്ഞു. ആഴ്ചതോറും ഗതാഗത മന്ത്രിക്ക് കത്തെഴുതും. റോഡുകളുടെ അറ്റകുറ്റപ്പണികൾക്ക് ധനസഹായം നൽകുന്ന കാര്യത്തിൽ മാറ്റം വരുത്തുന്നതുവരെ ആഴ്ചതോറും ഗതാഗത മന്ത്രി ഡാരാഗ് ഒബ്രിയന് കത്തെഴുതുമെന്ന് വെക്സ്ഫോർഡ് കൗൺസിലർമാർ. ഓണ്ടു അംഗങ്ങളെ പുറത്താക്കി. സ്വകാര്യ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ വംശീയവും സെമിറ്റിക് വിരുദ്ധവുമായ സന്ദേശങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്ന് ഓണ്ടുവിന്റെ യുവജന വിഭാഗത്തിലെ 6 അംഗങ്ങളെ പുറത്താക്കി. ISS ഭീകരവാദികൾ വീണ്ടും സംഘടിച്ചു തുടങ്ങിയതായി റിപ്പോർട്ടുകൾ. സിറിയയിലെ IS സെല്ലുകൾ പുനഃസംഘടിക്കുകയും ആക്രമണങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതായാണ് റിപ്പോർട്ട്. 5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിൽ നേരിട്ടുള്ള വിമാന സർവീസുകൾ ഞായറാഴ്ച പുനരാരംഭിച്ചു. ബീഹാറിൽ ഇന്ത്യ ബ്ലോക്ക് അധികാരത്തിലെത്തിയാൽ വഖഫ് ഭേദഗതി നിയമം ചവിട്ടുകുട്ടയിലേക്ക് വലിച്ചെറിയുമെന്ന് പ്രതിപക്ഷ സഖ്യത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി തേജസ്വി യാദവ്. വർഷങ്ങളായി പിന്തുടരുന്ന ഗുരുവായൂരിലെ ക്ഷേത്രാചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, പൂജകൾ എന്നിവയിൽ മാറ്റം വരുത്താൻ അധികാരമുണ്ടെന്ന് ഗുരുവായൂർ ദേവസ്വം ഭരണസമിതി അഡ്മിനിസ്ട്രേറ്റർ. CPM-ഉം കോൺഗ്രസും ഒരു ചാനലിനെ കൂട്ടുപിടിച്ച് തനിക്കെതിരെ വ്യാജ പ്രചാരണം നടത്തുന്നുവെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. ശ്രേയസ് അയ്യരുടെ പരിക്ക് ഗുരുതരം. ഓസ്ട്രേലിയക്കെതിരായ 3-ാം മത്സരത്തിനിടെ ഇന്ത്യൻ വൈസ് ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർക്കേറ്റ പരിക്ക് ഗുരുതരം. സിഡ്നിയിലെ ആശുപത്രിയിലുള്ള താരത്തെ ആന്തരിക രക്തസ്രാവത്തെ തുടർന്ന് ICUവിൽ പ്രവേശിപ്പിച്ചു. ഓസ്ട്രേലിയക്ക് വൻ തിരിച്ചടി. ഇന്ത്യക്കെതിരായ T20 പരമ്പരയ്ക്കിറങ്ങുന്ന ഓസ്ട്രേലിയക്ക് വൻ തിരിച്ചടി. ഓസ്ട്രേലിയയുടെ സ്റ്റാർ സ്പിന്നർ ആദം സാംബ പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ നിന്ന് പിന്മാറി. കേരളത്തിൽ ഇന്ന് മഴ കനക്കും. സംസ്ഥാനത്ത് ഇന്ന് മഴ കനക്കുമെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പ്. കേരള തീരത്ത് ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. അയർലൻഡിൽ മഴ. അയർലൻഡിൽ വരും ദിവസങ്ങളിൽ മഴ ലഭിക്കുമെന്ന് മെറ്റ് അയറാൻ. ഇന്നും നാളെയും ആകാശം മേഘാവൃതമായിരിക്കും. രാജ്യത്തുടനീളം തെക്കുകിഴക്ക് ദിശയിൽ മഴ തുടരും. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി newsindependence.com എന്ന വെബ്സൈറ്റും ന്യൂസ് ഇൻഡിപെൻഡൻസ് ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം പേജുകളും വാട്സ്ആപ്പ്, യൂട്യൂബ് ചാനലുകളും സന്ദർശിക്കുക. ലൈക്ക്, കമന്റ്, ഷെയർ, സബ്സ്ക്രൈബ് എന്നിവ ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. നമസ്കാരം.